അപ്പോൾ ഈ വാർ മെമ്മോറിയലിൽ നിൽക്കുമ്പോൾ നമുക്ക് ഒരുപാട് ജവാന്മാരെ നഷ്ടപ്പെട്ട ഒരു യുദ്ധത്തിൻ്റെ ഓർമ്മയാണ് നമുക്കുള്ളത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പോകുന്നത് ആ ഒരു വീര ഭഗത് സിംഗിൻ്റെ ആ ഒരു സമാധിയിലേക്കാണ്. ഇതാണ് 15 പഞ്ചാബ് പാട്ടിയാല ബറ്റാലിയൻ്റെ ആ വാർ മെമ്മോറിയൽ. 3 ഡിസംബർ 1971 നടന്ന ആ ഒരു യുദ്ധത്തിൻ്റെ സ്മരണയ്ക്കായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ആ ഒരു വാർ മെമ്മോറിയലാണ് ഈ കാണുന്നത്. അപ്പോൾ ധീര രക്തസാക്ഷി ഭഗത് സിംഗിൻ്റെ ആ ഒരു കുടീരം, ശവകുടീരം സംരക്ഷണം നൽകി അത് നമ്മുടെ പരിധിയിൽ തന്നെ നിലനിർത്തിയ, നമുക്ക് ധാരാളം ജവാന്മാരെ നഷ്ടപ്പെട്ട ഒരു യുദ്ധമാണ് 1971 നടന്നത്. നമ്മൾ ഇതിനു മുൻപും ഈ യുദ്ധത്തിൻ്റെ വാർ മെമ്മോറിയൽ രാജസ്ഥാനിൽ കണ്ടിരുന്നു, ലോങ്ങാവാലയിൽ. അപ്പോൾ ഞാനിപ്പോൾ പോകുന്നത് ആ ഒരു വീര ഭഗത് സിംഗിൻ്റെ ആ ഒരു ശവകുടീരത്തിലേക്കാണ്. അപ്പം ഇതുവഴിയാണ് അങ്ങോട്ടേക്ക് പോകേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ഷൂ ഒക്കെ ഊരിയിട്ടിട്ട് പതിയെ അകത്തേക്ക് കയറുകയാണ്. പെഷവാറിൽ നിന്നും ഫിറോസ്പൂരിലേക്ക് ഓടിയിരുന്ന ഒരു ട്രെയിനിൻ്റെ മാതൃകയാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. പാകിസ്ഥാനിലേക്കുള്ള ട്രെയിൻ, അതായത് ഇന്ത്യ വിഭജനത്തിന് മുൻപുള്ള ഒരു ട്രെയിൻ സർവീസായിരുന്നു ഇതുവഴി ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഏരിയ നമ്മൾ കണ്ടിട്ടാണ് വരുന്നത്. അതിൻ്റെ ഫോട്ടോ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ, കാരണം അതിന് തൊട്ടിപ്പുറത്ത് മിലിറ്ററിയുടെ ഏരിയയാണ്. ഷഹീദ് സുഖ്ദേവ്, ഈ ആസാം ബി ഭഗത് സിംഗ്, ഷഹീദ് ശിവരാം ഹരി രാജ്ഗുരു, ആ 3 പേരുടെ പൂർണ്ണകായ പ്രതിമയാണ് നമ്മൾക്കിവിടെ കാണാൻ പറ്റുക. അപ്പോൾ ഈ കടാവിളക്ക് ആ ഒരു ഇൻകുലാബ് സിന്ദാബാദ് എന്നുള്ള ആ മുദ്രാവാക്യത്തിൻ്റെ ഒരു അലേടിയായിട്ടാണ് ഇവിടെ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ സത്ലജ് നദിയുടെ സമീപത്ത് ആ ഒരു 3 പേരുടെ ശവകുടീരമാണ് നമുക്ക് കാണാൻ പറ്റുക.